ഈ വിമത ശല്യം ഉൾപ്പെടെ മറികടന്ന് 76 വാർഡിൽ 46ലും UDF വെന്നിക്കൊടി പാറിച്ചു. LDFന് 20 ഇടങ്ങളിൽ മാത്രമാണ് ജയിക്കാനായത്. BJPക്ക് 6 സീറ്റ് ലഭിച്ചു. അതിൽ റോഷ്നി ഏറ്റവും ശ്രദ്ധേയം 76-ൽ 46 പിടിച്ചു എന്നതാണ്. സജോ, വലിയ തരംഗമാണ് കണ്ടത്. മേയർ സ്ഥാനാർത്ഥി ആരാകും എന്നൊക്കെ തുടങ്ങി പല ചർച്ചകളുണ്ടായിരുന്നു. വിമത ശല്യം ഉണ്ടായിരുന്നു, കോടതിയും കേസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഇതാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ ടീം UDF എറണാകുളവും പിടിച്ചെടുത്തിരിക്കുന്നു. വിനിത, എറണാകുളം ജില്ലയുടെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDFനെ കണ്ടുപിടിക്കാൻ സൂക്ഷ്മദർശിനി വെച്ച് നോക്കേണ്ടി വരും. അത്ര വലിയ തിരിച്ചടി LDF നേരിട്ടു. വലിയ ആധിപത്യം എറണാകുളം ജില്ലയിൽ UDFനുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൊച്ചി കോർപ്പറേഷന്റെ അവസാനത്തെ ടാലി കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഒരു UDF സ്വതന്ത്രനടക്കം 47 സീറ്റുകളിൽ മുന്നേറാൻ വിജയിക്കാൻ കോൺഗ്രസിന് UDFന് കഴിഞ്ഞു എന്നതാണ്. 22 സീറ്റുകളിൽ മാത്രം ആണ് വിജയിക്കാൻ LDFന് സാധിച്ചത്. 6 BJP എന്നതാണ് സ്ഥിതി. ഒരു കോൺഗ്രസ് വിമതൻ കൂടി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ ഒരു പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ വലിയ ആധിപത്യം, അതായത് LDF പ്രതീക്ഷകളെ മുഴുവൻ തച്ചുടയ്ക്കും വിധമുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ 2 സീറ്റുകളിൽ മാത്രമാണ് LDFന് മുന്നേറാനായത്. ബാക്കി മുഴുവൻ സീറ്റുകളിലും സമ്പൂർണ്ണാധിപത്യം. നഗരസഭകൾ പരിശോധിച്ചാൽ ഏലൂരിൽ മാത്രമാണ് ഭരണത്തിലേക്ക് പോകാൻ, ആശങ്കകളില്ലാതെ ഭരണത്തിലേക്ക് പോകാൻ തൽക്കാലം LDFന് പ്രതീക്ഷ പകരുന്ന നഗരസഭയേ ഉള്ളൂ എന്നതാണ്. അങ്കമാലിയിൽ ആർക്കും കേവലം ഭൂരിപക്ഷമില്ല എന്നൊരു സാഹചര്യമുണ്ട് എന്നത് വസ്തുതയാണ്. അതേസമയം മറ്റ് നഗരസഭകൾ, അതിൽ തൃപ്പൂണിത്തുറ ഒഴികെയുള്ള നഗരസഭകളിലെല്ലാം UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷെ അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. പക്ഷെ ഭരണത്തിൽ എത്തണമെങ്കിൽ LDFന്റെയും UDFന്റെയും സീറ്റുകൾ കൂട്ടിച്ചേർത്താൽ അത് BJPയുടേതിനേക്കാൾ കൂടുതൽ സീറ്റുകളാവും. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താലും 8-9 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDFന് കംഫർട്ടബിൾ മെജോറിറ്റി എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എറണാകുളത്തിന്റെ ഒരു പൊതുചിത്രം. അതായത് എറണാകുളത്ത് അക്ഷരാർത്ഥത്തിൽ UDFന്റെ കൈക്കുമ്പിളിലായി, കോൺഗ്രസിന്റെ കൈക്കുമ്പിളിലായി എന്നതാണ്. മിക്കവാറും ഇടങ്ങളിൽ കോതമംഗലം നഗരസഭയൊക്കെ LDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ LDFന്റെ കൈവശം ഉണ്ടായിരുന്ന മിക്കവാറും ഇടങ്ങൾ പിടിച്ചെടുക്കാൻ UDFന് കോൺഗ്രസിന് സാധിച്ചു എന്നതാണ്. അങ്ങനെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി പ്രകടമായ ജില്ല യഥാർത്ഥത്തിൽ UDF എന്ന നിലയ്ക്ക് മറ്റു ജില്ലകളുണ്ടെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് പലയിടത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ UDF സംവിധാനം ഒന്നടങ്കം ഇത്ര വലിയ നേട്ടമുണ്ടാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ. അങ്ങനെ എറണാകുളത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ UDFന് കോൺഗ്രസിനൊക്കെ വലിയ ആധിപത്യമുള്ള ജില്ലയാണ് എറണാകുളം. പക്ഷേ അവരുടെ തന്നെ പ്രതീക്ഷകളെയും മറികടക്കും വിധം കോർപ്പറേഷനിൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ LDFനുണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണം അത് പല കാര്യങ്ങളിലും, ബ്രഹ്മപുരത്തെ പ്ലാന്റിന്റെ കാര്യത്തിൽ, തുരുത്തിയിലെ ഫ്ളാറ്റിന്റെ കാര്യത്തിൽ, അങ്ങനെ പലതരം പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു, അതുവഴി ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രതിഫലിച്ചതേ ഇല്ല എന്ന് കാണേണ്ടതുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഇത്ര വലിയ മെജോറിറ്റിയോടുകൂടി LDF ഭരിച്ചപ്പോൾ പോലും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനു മുൻപ് UDF ഭരണകാലത്തും അത്ര വലിയ ഇത്രയും മികച്ച ആധിപത്യത്തോടു കൂടി ആയിരുന്നില്ല അന്നും UDFന് ഭരണം സാധ്യമായിരുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ, അതായത് ഈ ഭരണത്തിൽ എന്തെങ്കിലും ആശങ്കയില്ലാത്ത വിധമുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് UDF തന്നെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ്. LDF അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് എറണാകുളം ജില്ലയിൽ നേരിട്ടത്. അതാണ് കൊച്ചി നഗരം UDFനെ നെഞ്ചോട് ചേർത്തു. ദീപ്തി മേരി വർഗീസിന്റെ ചിരി നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു അല്ലെ. ആ ഒരു വിജയം അവർ അത്രത്തോളം ആഘോഷിക്കുകയാണ്. മേയറാകുമോ എന്നതാണ് ഇനി അടുത്ത ചോദ്യം, ആകാംക്ഷ. ഏതായാലും വനിതാ മേയർ ആയിരിക്കും അല്ലെ കൊച്ചിക്ക്. വീണ്ടും സൗമിനി ജെയിനിന് ശേഷം വീണ്ടും വനിതാ മേയർ എത്തുകയാണ്. ഞാനിത് ആകാംക്ഷയോടെ നോക്കിയിരുന്നത്, രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരുന്നത് തൃശ്ശൂരായിരുന്നു. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. അതിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. തൃശ്ശൂരിന് ഇപ്പൊ ഒരു പ്രത്യേകതയുണ്ട്. MLA ആർക്കാ? LDFന്. MP ആർക്കാ? NDAക്ക്. കോർപ്പറേഷൻ ആർക്കാ? UDF. അതാണ്